ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് ഒരു സ്റ്റാർട്ടിംഗ് സെക്ഷൻ എന്ന നിലയിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നമുക്ക് കയറാൻ സാധിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വേക്കൻസി ആയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ പബ്ലിക് ഏരിയ അറ്റൻഡ്, അതായത് ഹൗസ് കീപ്പിങ്ങിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. പബ്ലിക് ഏരിയ ക്ലീനിങ്ങും അവിടുത്തെ മെയിൻ്റനൻസും കാര്യങ്ങളും എല്ലാമാണ് അവർ ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഹിരൺ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഏജൻസി മുഖേന വന്നിരിക്കുന്ന വേക്കൻസിയാണ്. നമ്മുടെ ചാനൽ വഴി ഞാൻ ഷെയർ ചെയ്യുന്ന ഏതൊരു വേക്കൻസിയും ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള ഏജൻസികൾ വഴി മാത്രമുള്ള വേക്കൻസികളാണ്. ഇപ്പോൾ ഇതിൽ തന്നെ കൃത്യമായിട്ട് ഇവരുടെ ലൈസൻസ് നമ്പർ ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഞാൻ വഴിയല്ല അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പോലും ഇത്തരത്തിൽ ലൈസൻസ് നമ്പർ ഉള്ള അല്ലെങ്കിൽ ആ ഒരു ലൈസൻസ് നമ്പർ കറക്റ്റ് ആണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ഈ ഒരു മേഖലയിലേക്ക് വരിക. പിന്നെ പറയാനുള്ളത്, ഞാൻ ലാസ്റ്റ് മൺഡേയുടെ വീഡിയോസിൽ ലൈവിൽ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് കയറി കാണുക. എങ്ങനെയാണ് നിങ്ങളുടെ ഏജൻസിയുടെ ലൈസൻസ് നമ്പർ ചെക്ക് ചെയ്യേണ്ടത്, കറക്റ്റായിട്ടുള്ള ഏജൻസി ആണോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കും, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഞാൻ ആ ലൈവിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു ആ പേജിൽ പോയതിന് ശേഷം. അപ്പോൾ അത് നിങ്ങൾ കാണുക. അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് വേണ്ട 2-3 വർഷമോ അറ്റ്ലീസ്റ്റ് 2 വർഷമെങ്കിലും ഈ ഒരു മേഖല, അതായത് ഹോസ്പിറ്റാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു മേഖലയിലേക്ക് വരുവാൻ സാധിക്കുന്നതാണ്. റിലവൻറ്റ് എക്സ്പീരിയൻസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. പൊതുവേ ഇവർ പറയാറുള്ളത് 5 സ്റ്റാർ ഹോട്ടൽ എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ നമ്മളുടെ ഷിപ്പിംഗ് മേഖലയിൽ എക്സ്പീരിയൻസ് വേണം എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷേ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് റിലവൻറ്റ് എക്സ്പീരിയൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഹോസ്പിറ്റാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്തിരിക്കുന്നത് ഹോസ്പിറ്റൽ തന്നെയാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും സാധാ ഹോട്ടലുകളാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ മാളുകളാവാം, അല്ലെങ്കിൽ ഫ്ലാറ്റോ മറ്റു ചില സ്ഥാപനങ്ങളോ ആവാം. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഡ്യൂട്ടിയാണ് ചെയ്തിരുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും റെഡിയാക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഹൈസ്കൂളോ അല്ലെങ്കിൽ ബേസിക് എഡ്യൂക്കേഷനോ മതി. അതായത് 10ാം ക്ലാസ്സോ +2 ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എബിലിറ്റി ടു റീഡ് ആൻഡ് റൈറ്റ് ഇംഗ്ലീഷ്, അതായത് ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിലേക്ക് വരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നുകൂടെ ഞാൻ ഒന്നുകൂടെ പറയാം. ദ ഡോക്യുമെൻറ്റ്സ് വെൻ യു അപ്ലൈ. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് നമ്മളുടെ വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ടാണ്. രണ്ടാമത്തേത് നിങ്ങൾക്ക് ആ വാലിഡ് പാസ്പോർട്ടുള്ള വ്യക്തിക്ക് 21 വയസ്സ് തികഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ചിലപ്പോൾ നിങ്ങൾ അവിടെ തന്നെയാണ് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള അവസരം തീരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് 3 months സാലറി സ്ലിപ്പ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. പിന്നെ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളതിനെ കുറിച്ച്, അതായത് ഹൗസ് കീപ്പിങ്ങിൽ എന്തൊക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളതിനെ കുറിച്ച് ഒരു പ്രത്യേകം വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ഇൻ്റർവ്യൂവിനായിട്ട് പുറപ്പെടാൻ സാധിക്കുന്നതാണ്. അത് ഞാൻ ഒരുപാട് വൈകില്ല, ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല. നിങ്ങളുടെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയുള്ള ഡ്യൂട്ടിയിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന കെമിക്കൽസ് എന്തൊക്കെയാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ക്ലീനിങ് ടൂൾസ് എന്തൊക്കെയാണ് എന്ന് പറയാൻ സാധിച്ചാൽ പോലും നിങ്ങൾക്ക് ഈ ഇൻ്റർവ്യൂവിന് വളരെ സിമ്പിളായിട്ട് പാകാൻ സാധിക്കുന്നതാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഇതൊരു ബേസിക് ലെവലാണ്. അപ്പോൾ നമുക്ക് അത്രയൊക്കെ മതിയാവും ഒരു ഇൻ്റർവ്യൂവിന് പെർഫോം ചെയ്ത് അവരുടെ ആ ഒരു സെലക്ഷൻ ലിസ്റ്റിലേക്ക് കയറി പറ്റാനായിട്ട്. അതുപോലെ തന്നെ ഇതിലൊരു സാലറി കിട്ടാൻ പോകുന്നത് ഏകദേശം $650 അതായത് ഇന്നത്തെ റേറ്റ് അനുസരിച്ച് 82 ആണ് $1 റേറ്റ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈവായിട്ട് ഇപ്പോൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ 650 × 80 എന്ന് പറയുമ്പോൾ ഏകദേശം 53,300 രൂപയാണ് കാണിക്കുന്നത്. പോട്ടെ, 50,000-ന് മുകളിൽ നിങ്ങൾക്ക് സാലറി കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഏജൻസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി മാത്രം നിങ്ങൾ പരമാവധി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇമെയിൽ വഴിയും അതുപോലെ തന്നെ വാട്സപ്പ് വഴിയും ചില അതർ സോഷ്യൽ മീഡിയ സൈറ്റുകൾ വഴിയുമെല്ലാം ഇവരുടെ പേര് പറഞ്ഞുകൊണ്ട്, അതായത് ഹിരൺ ഇൻ്റർനാഷണൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ചില ആളുകൾ ക്യാഷൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകം പറയുകയാണ്, ഈ ഒരു ഏജൻസിക്ക് നിങ്ങൾ ക്യാഷ് കൊടുക്കേണ്ട, നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ചിലവുകൾ മാത്രം നിങ്ങൾ ഏറ്റെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ക്യാഷ് ചോദിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കൈകളിൽ പോയി പെടാതിരിക്കുക. അപ്പോൾ അവർ തന്നെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന സ്കാം അലർട്ട് ഞാൻ ഇതോടൊപ്പം കൊടുക്കുകയാണ്.
പിന്നെ എത്രത്തോളമാണ് ചിലവ് വരുന്നതെന്ന് വെച്ചാൽ ഏകദേശം 50,000 മുതൽ 60,000 രൂപയോളമാണ് നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് വരുവാനായിട്ട് ചിലവ് വരുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ആ ക്യാഷ് മുഴുവനായിട്ടും ഈ ഏജൻസിക്ക് കൊടുക്കേണ്ടതല്ല. നമ്മുടെ വിസ, മെഡിക്കൽ അങ്ങനെ പല കാര്യങ്ങളായിട്ട് നമ്മൾ തന്നെ ചിലവാക്കേണ്ടതാണ്. അതെന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ലക്ക്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.